അസ്സാം വലൈക്കും വരഹമത്തുള്ള വബർക്കാത്തുഹു എങ്ങനെയുള്ളവർ എല്ലാവരും റഹാത്തല്ലേ അൽഹംദുലില്ലാ നാനും റഹാത്തുല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നോമ്പിൽ വെച്ചിട്ട് ഫസ്റ്റ് ഒരു വ്ളോഗ് ಐತಿಕ್ರು. അപ്പോൾ ഇത് ഒരു നാളത്തെ വ്ളോഗ് ಐತಿಕ್ರು. അപ്പം ചിലപ്പോൾ ഉണ്ടെങ്കിൽ ഫുള്ള് ബിസി ഇന്ന് അങ്ങനെ ഇതാക്കുകയില്ല, അപ്ലോഡ് ആക്കുകയില്ല. പിന്നെ ഒത്തെല്ലാം ലേസിനെസ്സും ಮೆಂತಂಟು ಚೆಲ್ಲ അപ്പം നോമ്പല്ലേ ಮೊಬೈಲ್ ಎಡಿಟಿಂಗ್ ಚಲೋಂಬತ್ತಲ್ಲ ಟೈಮ್ ಆರಮೇ എടുക്കറ് ആൻഡ് സുബൈക്കാവട്ടെ ജാവുകാവട്ടെ ಅದಕ್ಕೆ എക്സ്ട്രാ ടൈം ഒന്നും കിട്ടില്ല. അപ്പോൾ ഫോൺ നോക്കുമ്പോഴത്തേല് ആരെ വർക്ക് വന്ന പോലെ ഫീൽ ആവും. അങ്ങനെ ഇട്ടുണ്ടല്ലേ അതെല്ലാം ബാക്ക് എടുത്തിട്ട് പിന്നെ അഗൈൻ റുട്ടീൻ ക്യാച്ച് ആക്കാച്ചെಂತ. അപ്പോൾ എൻ്റെ സുബൈക്ക് മക്കളൊന്നും അത്തലെല്ലാം ആയിട്ട് ಓದಿ ಪಿಡ್ಸಿತ್ತಲ್ಲ ಅಲ್ಲಿ പിന്നെ ಮಕ್ಕಳು ಸ್ಕೂಲ್ಗೆ ಒಂದು ಕರ್ತಿತ್ತು ಅದಲ್ಲಿ പിന്നെ ഇവിടെ 2 വീലർ ഒന്ന് വാഷാക്കിയിട്ട് എടുക്കാണ്ട് ആക്ച്വലി മേലത്തെ സൊറായ ഉണ്ടിന്നപ്പോൾ ആ കീല് ಅದ್ರ ತಣ್ಣಿ ಪೂಂತು ಇಡೀ 2 വീലർക്ക് ಗಲೀಜ್ ಐತಿಂತ അപ്പോൾ ಅದರೊಂದು നല്ല വാഷാക്കിയിട്ട് എടുത്തിട്ട് ഇന്നത്തെ ഡേ ഒന്ന് സ്റ്റാർട്ട് ആക്കാണ്ട്. ഇപ്പോൾ ടൈം ഓൾറെഡി 8:30 ಐತಿಂತ. അപ്പോൾ ಮಕ್ಕ പോയത്രയ്ക്ക് ಬೇಗ ഒന്ന് വാഷാക്കിയിട്ട് എടുക്കാതിದ್ರು ಉಂಟು. അപ്പോൾ ഇങ്ങനെ വാഷ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ട് ഫുള്ള് ഡേർട്ട് ആയിത്തിಂತ. ಆ್ಯಕ್ಚುಲಿ ಪೇಂಟ್ರ್ ಅವರು ಕಲೆ ಆಯ್ತಿನ್ನು. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി തരുത്തത്. അപ്പോൾ ഇത് ജനൽ മുന്നോൽ വാഷ് ആക്കി തരുത്തത് അയങ്ങും എണ്ണൊക്കെ കൽക്കും പോലെ ആയിത്ത്. അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ടല്ല എടുത്തൽ പിന്നെ എത്തിക്കറ് ബാക്കിയൊരു പണി പോവാണ്ട്. അപ്പോൾ സുബൈൽ പിന്നെ ഫുൾ ഫിനിഷിങ് ഒന്ന് ആക്കി വിട്ടെങ്കിൽ പണി പിന്നെ മോന്തിൽ പിന്നെ ഫ്രീ ആവാണ്ട് അങ്ങനെ ആക്ച്വലി ആയിട്ട് ಬರ್ತಾ ಆಯ್ತಿಂತ. ಬಟ್ ಎಂದ್ರೆ ചെന്നിട്ടായി കൊണ്ടല്ലേ എൻ്റെ ഫുള്ള് ബിസി ആയിപ്പോയാൽ ನಾನು ಆ್ಯಕ್ಚುಲಿ ಅದೆಲ್ಲ ಇಡೋಕೆ ಹೋಯ್ತಿಲ್ಲ ಈ ವ್ಲಾಗಲ್ಲಿ. ಅದು ಚೆಂದ ಚೊಮ್ಮ ಲೆಂತಿ ಅವರು ಮೇ ಬಿ 45 ಮಿನಿಟ್ಸ್ ಎಲ್ಲ ಅವರು ചെന്ന് ಅದರೆಲ್ಲ ബ്രേക്ക് ഡൗൺ ആക്കിയിട്ട് എത്ര ഷോർട്ട് ആക്കിയിട്ട് അത് വീഡിയോ അപ്ലോഡ് ആക്കിയത്. അപ്പോൾ ഇവിടെ ക്ലീനിങ്ങും ഇതെല്ലാം എന്തുകൊണ്ട് ഒരു സൈഡിൽ ഉമ്മ ആക്കിയെങ്കിൽ ഒരു സൈഡിനാണ് ആക്ച്വലി ഞങ്ങൾ പണി ಬೇಗಮೇ ಅವನಿಂದ ನಂಗೆ ಜಂಡಾಲ ಔತ್ಲಿಕ್ಕರ ಸಬ್ಲು ಆಯಂಗೂ ಎಂದ ചെന്നിട്ടെങ്കിൽ തെല്ല എക്സ്ട്രാ ഡേ ഒരു പണി മൺഡേ ആക്കിവിട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് പോകിക്കറല്ലേ അങ്ങനെയായിട്ട് ഒരു രണ്ട് ഐറ്റംസ് എന്നോട് എക്സ്ട്രാ ആക്കുമ്പോഴായിട്ട് അങ്ങനെ ഫ്രീസ് ആക്കിയിട്ട് ಬೇಕಿರೋ ഒരു രണ്ട് ഐറ്റംസും ആക്കിയിട്ടു ಫ್ರೀಝರ್ಲೊಂದು ಬೆಚ್ಚಿ ಬಿಟ್ಟು ತಿಂದೆ. അപ്പോൾ ಇನ್ನು ಕ್ಲೀನಿಂಗ್ರ ಪನಿ ಅಂದ್ರಲ್ಲಿಂದ ಅದೆಲ್ಲ ಹಾಕಿತ್ತು പിന്നെ എത്തിക്കറ് കിച്ചൻ്റെ പണി സ്റ്റാർട്ടായത്. അപ്പോൾ എൻ്റെ ക്ലീനിങ് ഒന്നായാൽ പിന്നെ ഒന്ന് ഇടമൊന്ന് കൽಗೋಗಿಂತ അപ്പോൾ ಅತ್ತಾಲ್ತಿಗೆ ನೆಂಚಪ್ಪುಂಡಲೆ ഇട കൽകിത്തില്ല ಅಂತ അങ്ങനെ മേ വെച്ച് തിന്നാ പിന്നെ കൽകാണ്ട്. അപ്പോൾ ചുമൻ്റെ ഇടയിൽ അത് ജസ്റ്റ് ഞങ്ങൾ തിൻ്റെ പ്ലേറ്റ് മാത്രമായിരുന്നു. അപ്പോൾ ഇതിലൊന്നും കൽകിത്തെടുക്കുക ചെന്നുണ്ടല്ലേ. ഇപ്പം ഒന്ന് ഫസ്റ്റ് അതൊന്ന് ഫിനിഷ് ആക്കിയാൽ പിന്നെ ബാക്കിയൊരു കുക്കിംഗ് പണി സ്റ്റാർട്ടാക്കിയതായിത്തിക്കറ്. അപ്പോൾ ഇത് ಸೇಮ್ ರೂಟೀನ್ ಅವ್ರು ಉಂಟು ಚೊಲ್ಲೋಗವಲ್ಲ ಅವ್ರವ್ರಿಗೆ ಎಂತ ಯಾರತ್ತ ನಾಲ್ ಜಾವ್ಗೆ ಅತ್ತಾಲ್ತಿಗೆ ತಿಂಡ ತಪ್ಪಾಲ್ತಿಗೆ ಕಲ್ಗಿತೈತಿಕ್ರು ഓരോ ഡേയ്സ് എങ്ങനെ ഇക്കറിച്ചെന്നുണ്ടെങ്കിൽ അത്താലത്ത് സംടൈംസ് ലേസി ഫീൽ ആവറല്ലേ. അപ്പോൾ ചുമ്മയുടെ എന്നെങ്കിൽ കൽകിത്ത് പോണ്ട് തെല്ലയുടെ എന്നെയും ബാക്കി പോണ്ട് അങ്ങനെ എത്തിക്കറ് ജസ്റ്റ് ഒന്ന് തട്ടി കാട്ടിയിട്ട് വെച്ചത് എത്തിക്കറ് പിന്നെ സുപേഞ്ചിത് കൽകിയത്. അപ്പോൾ മാഹിർ ഒന്ന് ഫുഡ് അടിക്കുക ബാക്കി എന്തല്ലേ അതോലെ ഒന്ന് തിൻപാട്ടിയിൽ പിന്നെമേ അഞ്ഞൊന്ന് വാഷ് ആക്കിയിട്ട് ക്ലീൻ ആക്കി തരുത്തത്. അപ്പോൾ എല്ലാം ഒരേ കയ്യിലാവട്ടെ ചെന്ന്. അപ്പം ഞാൻ ചെന്നപ്പോൾ സെയിം ಪ್ರೊಸೀಜರ್ ಸಿಕ್ಕಿಲ್ಲ എല്ലാ നാളും 30 ಡೇസും ಸೇಮೇ ಇಕ್ಕೋಗುಂ ಚೊಲ್ಲೋಗವಲ್ಲ അവരൊക്കെ യാരീത്ത് എങ്ങനെ ഇക്കറിച്ചെങ്കിൽ സുബേഞ്ചെങ്കിൽ പിന്നെ ಎಲ್ಲ പണി ആയാൽ പിന്നെ ഉച്ചയിൽ പിന്നെ വറങ്ങറോ അങ്ങനെ ഇക്കറ് അവരൊക്കെ വറങ്ങോകെ പോണ്ടില്ല ജാവുകെ വറങ്ങറോ അവരൊക്കെ അത്താലത്തേക്ക് എഞ്ചെങ്കിൽ വറങ്ങറ അത് ഡേ എത്തിക്കറ് സൺഡേ സ്പെഷ്യലി സൺഡേ രണ്ടുണ്ടായെങ്കിൽ അത്താലത്തേക്ക് എഞ്ചെങ്കിൽ ചെറിയൊരു നാപ്പ് കിറ്റ് ഒരു 9-10 o'clock തോലെല്ലാം വരങ്ങിയിട്ട് പിന്നത്തെ പണി ആക്കറുണ്ട് അങ്ങനെ എത്തിക്കറ്. അപ്പോൾ ഇത്തരത്തോലെ ഇപ്പോൾ ഒരു 3-5 നോമ്പായ ഒരു ഇതിൽ നോക്കി പോയെങ്കിൽ ഇപ്പത്തോലെ അങ്ങനെ ഇತ್ತು ഇനി എങ്ങനെയല്ല അവരുണ്ട് ಗೊತ್ತಿಲ್ಲ. അപ്പോൾ ഇൻഷാല്ല ವ್ಲಾಗ್ ಇಡೋಕು ಆ ഒരു ಟೈಮಲ್ಲಿ ವ್ಲಾಗ್ ಇನ್ಶಾಲ್ಲ ನಾನು ಶೇರ್ ಹಾಕುವೆ. ಬಟ್ ಮೋಸ್ಟ್ಲಿ ಈ ಮಂತಲ್ಲಿ ಇಕ್ಕರು ಚೊಮ್ಮ ಕೊರೊಡಿ ಬಟ್ ಆಯ್ತರ ಟ್ರೈ ಹಾಕುವೆ ವ್ಲಾಗ್ಸ್ ಅಪ್ಲೋಡ್ ಹಾಕೋಗು ಆ್ಯಂಡ್ ಫೋನ್ പിടിച്ചിട്ട് വ്ളോഗിങ് നക്കുംതെൽ പോണ്ടോ പനി അങ്ങനെ ലിക്കുമുണ്ടല്ലേ ചുമ കഷ്ടം അവരുണ്ടവരും. അപ്പോൾ ഇവിടെ റെസിപ്പീസ് എന്തെങ്കിലും സ്പെഷ്യൽ റെസിപ്പീസ് ആക്കുമ്പോൾ മാത്രം റെസിപ്പി ഒന്ന് ഷെയർ ആക്കാൻ ഇടിച്ചോണ്ടുള്ള. അപ്പോൾ അതിൽ പിന്നെ എത്തിക്കറ് നെക്സ്റ്റ് മെഷീನ್ಗೆ ಒಂದು തുണി ഇട്ടിട്ട് എടുക്കാണ്ട് ಬರ್ತಾಯಿದ್ದು. അപ്പോൾ ಆಲ್ರೆಡಿ ಇಟ್ಟು ತಿಂದೆ അതിൽ ಪೌಡರ್ ಒಂದು ಇರೋ ಬಾಕಿ ಅಂತ ಅದರೊಂದು ಇಟ್ಟಿತ್ತು ಮೆಷಿನ್ ಒಂದು ರನ್ ಹಾಕಿರ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ എല്ലാത്ത പണി ആയാൽ പിന്നെ എത്തിക്കറ് കുക്കിംഗ് സ്റ്റാർട്ടാക്കിര. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഓൾറെഡി ഒരു 11 അങ്ങനെ നമ്മൾ ടൈം ആയിത്തിಂತ മേ ബി 11 or 10 o'clock ടൈം ആയിത്തിಂತ. അപ്പോൾ ಬೇಗ ಒಂದು ಫಸ್ಟ್ ಐಟಮ್ ಹಾಕಿರೋದು ಐತಿಕ್ರೆ ಪುಡ್ಡಿಂಗ್. അപ്പോൾ ಬೇಗ ಒಂದು ಆಯಂಗೆ ಸೆಟ್ ಐತಿಕ್ರಂಟ್.
ಮೋಂದಿ ಒಂಬತ್ತು ನಲ್ಲ ಸೆಟ್ ಆಯ್ತು ಬಂಡಲೆ ಅಪ್ಪ ಫ್ರಿಜ್ಜಿലും ചുമ്മാ ಯಾರ ಐಟಮ್ಸ್ ಸಿಕ್ಕರೆ ಸಬ್ಲು ತೆಲ್ ಕೋಲ್ಡುം ತೆಲ್ ಕೊರಡಿಮೆ ಪಿಡಿಕಿರು ಬೇಗತ್ತು ಪಿಡಿಕಿಲ್ಲ അങ്ങനെ ഇത് ಬೇಗ ಫಸ್ಟ್ ಒಂದು ಪುಡ್ಡಿಂಗ್ರ ಪಣಿಯೊಂದು ಹಾಕಿ ಬೇಕಿರ ಎಂಡಾಕಿಯದೈತಿಕ್ರ ಬಟರ್ ಪುಡ್ಡಿಂಗ್ അപ്പോൾ ബട്ടർ പുഡിംഗ് റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ആക്കിരെ ലാസ്റ്റ് ഇയറിൽ നോമ്പ് ടൈമിൽ അപ്പോൾ ಬೇನೆಂಗೆ ನಾನು ನಿങ്ങളൊಟ್ಟಿಗೆ ರೆಸಿಪಿ ಶೇರ್ ಹಾಕ್ರೆ ಬೇನೆಂಗೆ ಕಮೆಂಟ್ಲು ಮೆನ್ಷನ್ ಹಾಕೋರು അല്ലെങ്കിൽ ನಾನು ഉടനെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ആക്കി തിക്കുക അല്ലെങ്കിൽ ഐ ബട്ടണിലൂടെ ഷെയർ ആക്കി തിക്കുക അപ്പോൾ അതിലൊന്ന് ചെക്ക് ആക്കിയിട്ട് നോക്കും മേൽ കാണണ്ടല്ലേ ഒരു ഐ ബട്ടൺ അവിടെ ഇരിക്കും നിങ്ങൾക്ക് റെസിപ്പീസ് അതിൽ ಬೇನೆಂಗೂ ചെക്ക് ആക്കി നോക്കാം അതിൽ പിന്നെ പുഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഒരു സൈഡിൽ ഒരു മൊത്തമായിട്ടുണ്ട് അപ്പോൾ ഇനിയൊന്ന് ക്ലീനിങ്ങും ആക്കി തീർക്കണ്ട അപ്പോൾ ഇതൊരു ചെറിയൊരു ബോക്സ് ഇങ്ങനെ യൂസ് ആക്കിയിട്ടുള്ള കുറേ പൗഡേഴ്സ് ഇതിൽ ಬೇಕತ್ತದೆಂದ್ರು ഞങ്ങൾ ಸ್ಪೈಸ್ ಬಾಕ್ಸಲ್ಲಿ ಇಕ್ಕರಲ್ಲ ಅದ್ರಲ್ಲಿ ಬೇಕೂ ಪ್ಲೇಸ್ ಇಲ್ಲತ್ತಂದ್ರೆ ಇങ്ങനെ ഒന്ന് വെച്ചിಬಿಟ್ರೆ അപ്പോൾ ചുമ്മാ ബോക്സ് സ്പൈസ് റാക്ക് ಅಂತ എടുക്കു പോണ്ടില്ല ഓൾറെഡി ഉണ്ട് ನನಗೆ ಸ್ಪೈಸ್ ಬಾಕ್ಸ್ ಬಟ್ ಆದರೆ ಯೂಸ್ ಆಕೋ പോണ്ടില്ല ಅಂತ വെച്ചിട്ടുണ്ടെങ്കിൽ ಎಲ್ಲ ಒಂದೊಂದೇ ಓಪನ್ ಹಾಕಿಕೊಂಡಿಕ್ಕರ ಆಂಟಿ ಈಗ ಓರ್ ಬಾಕ್ಸ್ಲೆಲ್ಲ ಒಂದೇ ಇನ್ನೇ ഒരേ ಬಾಕ್ಸ್ ಓಪನ್ ಹಾಕಿ ಇಟ್ಟು കൊടുക്കാച്ചಂತ ಸ್ಪೆಷಲಿ ಈ ಟೈಮ್ಲಿ ಎತ್ತಿಕ್ಕರು ನೋಂಬರ ಟೈಮ್ಲಿ ഇങ്ങനൊന്ന് വെച്ചിಬಿಟ್ಟೆಂಗೆ ಎಲ್ಲ ഒരക്കಲೆ ಓಪನ್ ಹಾಕಿ ತೊಡ್ಕತ್ಲೆ ಇಡ್ರ ಬೇನ್ಮಾയത് യൂസ് ആവും ರುಚಿ ಅಂತ ಎತ್ತಿಕ್ಕರು ബാക്കി ടൈം ആയെങ്കിലും റാക്സിൽ വെച്ചിട്ട് അങ്ങനെ ബേക്കൊക്കെ ഡെയിലി യൂസ് ആക്കിക്കില്ല അപ്പോൾ അങ്ങനെ അതിൽ പിന്നെ ഇവിടെ പുഡിംഗ് ഒന്ന് റെഡി ചെയ്ത് ಬಂತಿಂತು അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഇതിൽ കടലബേല ഒന്ന് അഞ്ചിട്ട് വെച്ചിട്ടുള്ള ഇതേത്തിക്ക് ജാവത്തോ നാഷ്ടത്തേക്ക് ഒരു ഗ്രേവി ദാൽ ഘോഷ് ആക്കാച്ചಂತ അപ്പോൾ ഞങ്ങൾ ഇതിൽ മട്ടൻ്റെ അടിച്ചിಂತು അതും പിന്നെ മട്ടൺ ഇതിൽ സ്പെഷ്യലി എത്താക്കിற മട്ടണിൽ എത്തിക്കിற ദാൽ ഘോഷ് ಅದು ಬಿಟ್ಟು ಬೀಫ್ಲೂ ಆക്കാം ಇವನ್ ಚಿಕನ್ಲೂ ನಾನು ಟ್ರೈ ಹಾಕಿದೆ ಇತ್ತೋಲೆ ಚಿಕನ್ ಇಟ್ಟಿದ್ದು ದಾಲ್ ಘೋಷ್ ಹಾಕಿದ್ದಿಲ್ಲ ಅಂತ അപ്പോൾ റീസെൻ്റ്ലി അവർക്ക് അങ്ങനെ ട്രൈ ആക്കിയിട്ട് നോക്കി തിന്ന ചിക്കൻ ഇട്ടെങ്കിൽ എന്താ ಅವ್ರು നോക്കാച്ചಂತ ಬಟ್ ಸೇಮ್ ಟೇಸ್ಟ್ ಅವರು ಅದೊಂದು ಡಿಫ್ರೆನ್ಸ್ ಎಂದು ಗೊತ್ತಾವಿಲ್ಲ ಚಿಕನ್ಲಿ ಇತ್ತೋಲೆ ಹಾಕತ್ತಂಗ ಅಂತ ಹೆಂಗೆ ನಿಂಗೂ ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕ ಚಿಕನ್ಲೂ ಹಾಕಿತ್ತು ಎಡ್ಕೈದು അപ്പോൾ മട്ടനിലും ബീഫിലും ಹಾಕಿತ್ತು ಮಾಡ್ಕೋಕೆ ಅವರು അപ്പോൾ നന്നിട്ട് ഇവിടെ മട്ടൻ ഇന്ന സബ്ಲು അതേ യൂസ് ആക്കാൻ വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് കടലಬೇಳೆ ഒന്ന് കലಗಿತ್ತು ನಂಚಿಟ್ಟು ಬೆಚ್ಚಿತಿದ್ದೆ അപ്പോൾ 1 hour ರೆಸ್ಟ್ ಟೈಮು ಕೊಡ್ಕೊಂಡು ಅದಕ್ಕೆ ಅದ್ರಲ್ಲಿ പിന്നെ ಇದ್ರ ಬೇಪಾಟಿ ತೆಡ್ಕೊಂಡು അപ്പോൾ ಕಂಪ್ಲೀಟ್ ಆಯ್ತು ಬೇಪಾಟು ಉಂಟಿಲ್ಲ ಅವ್ರು 80% ಹತ್ರ ಕುಕ್ಕಾಯಿ ಅವರು ഇതിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഇതിലൊന്ന് ಬೇಪಾಟಿത്ത് ಬೇಕರು അപ്പോൾ സൈഡ് ബൈ സൈഡ് പണിയെല്ലാം ഒട്ടിക്കൊട്ടിಗೆ ആയോണ്ടിരിക്കറല്ലേ അപ്പോൾ ഇതിൽ മിക്സ് ചെയ്ത് റെസിപ്പി ഇങ്ങനെ ഷെയർ ആക്കിക്കൊണ്ടിരിക്കുക ഒരു പണിയാകുമ്പോൾ ಇನ್ನೊಂದು ಪನೀರ ರೆಸಿಪಿ ಶೇರ್ ಹಾಕ್ಕೊಂಡಿಕ್ರೆ അപ്പോൾ ಕಡಲೆಬೇಳೆ ಒಂದು ನನ್ನಿತ್ತು ಬಂದರೆ ಇದರಟ್ಟಿ ನಾನುಂಡಲೆ ತಿಲ್ ಕೆತ್ತೆಂ ಲವಂಗಂ ಇಟ್ಟು ತಿಂದೆ ನಂಗೆ ಕಡಲೆಬೇಳೆ ಬೇಪಟ್ಟೊ ಮತ್ತು ಮನ ಬರೋಕೆ ಸ್ಟಾರ್ಟ್ ಅವರಲ್ಲೇ ಇಡೀ ಯಾವತ್ತಿಗೂ കടലര മേലര മന ബണ്ടല്ലേ അങ്ങനെ ഇത് ഒരത്തെ ലവംഗ അല്ലെങ്കിൽ കെത്ത അല്ലെങ്കിൽ ഇല എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ഡിഷ് എടുത്ത് വെച്ചിരാ ಬೇರೆ ಸೆಪ್ರೇಟ್ ಬೌಲ್ അപ്പോൾ ಅದೇ ಸೇಮ್ ಕುಕ್ಕರ್ಗೆ ಇನ್ನೊಡ್ತಲ್ಲಿ ಒಂದು ಸ್ಪೂನ್ ಹತ್ರ ಗೀ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ ಇನ್ನೊಡ್ತಲ್ಲಿ ಇಂಜಿ ಬೆಳ್ಳುಳ್ಳಿ ಪೇಸ್ಟು ಆ್ಯಡ್ ಹಾಕಿತ್ತು ಚಾಪ್ ಹಾಕಿ വെച്ച് ಆನಿಯನು ಟೊಮ್ಯಾಟೊ ಇದು ಇಟ್ಟಿದ್ದು ಕೊಡ್ತೊಂಡಿಲ್ಲ അപ്പോൾ ഇത് ಜನರು ಎಲ್ಲ ಒಟ್ಟಿಗೆ ಫ್ರೈ ಹಾಕಿತ್ತು ಎಡ್ಕೋಗ ಅವ್ರೇನು ಸಪ್ರೇಟ್ ಹಾಕೋರುಂಟೆಂದಿಲ್ಲ ಇನ್ನೂ ഒരു ഓപ്ഷൻ ഉണ്ട് ಆನಿಯನ್ നല്ല ഫ്രൈ ആക്കിയിട്ട് പിന്നെ ടൊമാറ്റോ ആഡ് ആക്കിയിട്ട് കൊടുക്കുന്നത് അങ്ങനെയും ആക്കാം ഇങ്ങനെയും ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് ಮ್ಯಾಶ್ ആക്കിയിട്ടും പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് കൊടുത്താൽ പിന്നെ ആയിത്തേക്ക് നെക്സ്റ്റ് ಇದಕ್ಕೆ ಬೇನ್ಮಯ ಸ್ಪೈಸಸ್ ಆ್ಯಡ್ ಹಾಕೋವು അപ്പോൾ ಸ್ಪೈಸಸ್ ಆ್ಯಡ್ ಹಾಕೋರುಂಟಾയെങ്കിൽ തെല്ല് ഉപ്പ് ആഡ് ಹಾಕೋರು പിന്നെ ഞങ്ങൾ കടലಬೇಳೆಗೂ ഓൾറെഡി ഇട്ട അങ്ങനെ അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണವರು പിന്നെ ബീഫിಗೂ ಬೇನವರು അങ്ങനെ അതൊരു ಅಂದಾಜಿൽ ഇട്ട് കൊടുക്കವರು ಇನ್ನು ಗರಂ ಮಸಾಲ ಪೌಡറും പെപ്പർ പൗഡറും കൊത്തമ്പരി പൗഡർ ജീര പൗഡർ ഇത് ഇത്ര ഇട്ടിട്ടുണ്ടല്ലേ നെക്സ്റ്റ് ഞങ്ങൾ ಇದಕ್ಕೆ കായ് മുളക് പൊടി ಬೇನೆಂಗೂ ಆ್ಯಡ್ ಹಾಕ ಇಲ್ಲೇಂ ಬೇಡ നിങ്ങൾക്ക് ಸ್ಪೈಸ್ ಯಾರಾವರುಂಟೆಂಗೆ ഇതിലേതെങ്കിലും ഒന്ന് സ്കിപ്പും ആക്കാം ഇപ്പോൾ ഞാൻ 3 ഇട്ട പെപ്പറും ഇട്ട റെഡ് ചില്ലി പൗഡറും ഇട്ട അതേപോലെ ഗ്രീൻ ചില്ലിയും ഇട്ട അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ആക്കണമെങ്കിൽ ആക്കാം അപ്പോൾ ഇനി ഇത് ഇട്ടിട്ട് നെക്സ്റ്റ് നിങ്ങൾ മട്ടൺ മാത്രമേ ഇടുക ബാക്കിയുള്ളൂ അതും ഒന്ന് ഇട്ടിട്ട് നല്ലൊന്ന് പ്രഷർ കുക്കർ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ബീഫ് മട്ടൺ അല്ലെങ്കിൽ ബീഫ് ಬೇವರ ಟೈಮ್ നിങ്ങൾക്ക് കൊണ്ടിക്കറല്ലേ അത്ര ഒരു മിനിറ്റ്സ് ಮ್ಯಾಕ್ಸಿಮಮ್ ചെന്ന് 20 minutes ಬೆಂದದಕ್ಕೆ ಇಟ್ಟರು അപ്പോൾ ಆ ಟೈಮಿರೊಳಗತ್ಲೆ ಇದ್ರ ಬೇಪಾಟಿ ತೆರ್ತಂಗೆ ಇನ್ನು ಇದು ಕೊಡ್ತೇಲೆ ತಣ್ಣಿ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೋರು ಎಕ್ಸ್ಟ್ರಾ ತಣ್ಣಿ ಬೇನೆಗೂ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕ ಸಮ್ಟೈಮ್ ಕುಕ್ಕರ್ ಇಶ್ಯೂಸಲ್ಲಿ ಇಕ್ಕರಲ್ಲೇ അങ്ങനെ ಎಕ್ಸ್ಟ್ರಾ ತಣ್ಣಿ ಬೇನೆಗೆ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಿತ್ತು ಇದ್ರೊಂದು ಬೇಪಾಟೋಬೇಕು അപ്പോൾ 20 minutes ഇത് ಬೆಂದಿತ್ತು ಎಲ್ಲ ಆಯ್ತು പിന്നെ ಇದ್ರು ನೆಕ್ಸ್ಟ್ ಪ್ರೊಸೀಜರ್ಸ್ ನಂಗೆ ಟ್ರೈ ಹಾಕಿತ್ತು ನೋക്കാം ಎಂದ್ರ ಉಂಟು അപ്പോൾ ഉണ്ടല്ലേ ഇതിവിടെ നല്ല ಬೆಂದಿತ್ತು ಬಂದರೆ ಆಫ್ಟರ್ 20 minutes ಇದು എടുത്തോണ്ടല്ലേ ನಾನು ರಿಲೀಸ್ ಹಾಕಿರೆ ಗ್ಯಾಸೆಲ್ಲ അപ്പോൾ ಇದು നല്ല ಬೆಂದಿತ್ತು ಬಂದರೆ ಎಲ್ಲ ಸಪ್ರೇಟ್ ആയിரு ಇನ್ನುണ്ടല്ലേ ನೆಕ್ಸ್ಟ್ ನಂಗೆ ಇದಕ್ಕೆ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വെജ് ಬೇನವರು ಇದಕ್ಕೆ ഒരു വെജ് ഇട്ട് കൊടുക്കുறாரு ಅದಕ್ಕೆ ಇದಕ್ಕೆ ಇದು ഒരു ಸ್ಪೆಷಲ್ ರೆಸಿಪಿ ಐತಿಕ್ರಿ ದಾಲ್ ಗೋಶ್ ಅಂತ അപ്പോൾ ಇದಕ್ಕೆ ಇಡರೋ ವೆಜಿಟೇಬಲ್ ಐತಿಕ್ರಿ ಒಂದೆಂಗೆ ಚೊರೆ ಇಲ್ಲೆಂಗೆ ಚೌತೆ ಆ ಜಂಡೆ ಏതെಂಗೆ ಇಟ್ಟು കൊടുക്കാം
അപ്പോൾ ഞങ്ങൾ ഇതൊന്ന് വെന്തിട്ട് വന്നാൽ പിന്നെ മട്ടൻ അല്ലെങ്കിൽ ബീഫ് വെന്താൽ പിന്നെ കടലಬೇಳೆ ഇട്ടിട്ട് പിന്നെ ഞാനിവിടെ ചൊര ഇട്ട് കൊടുത്തത്. അപ്പോൾ മെയിനായിട്ട് ಇದಕ್ಕೆ ചൊര യൂസ് ആക്കറോ. ചൊര ಇಲ್ಲ ಅಂಟಾಯ್ಗೆ നിങ്ങൾ ചൗത്തേയും ഇട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു വിസിലൊന്ന് ആക്കിയിട്ട് എടുക്കും. അല്ലെങ്കിൽ ലൈറ്റിലൊന്ന് മെല്ലെ വെച്ചിട്ട് പൈപ്പട്ടിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അർജൻറ്റിക് റെസിപ്പിൽ ಬೇಗ ആവട്ടിച്ചെന്ന് ഒരു വിസിൽ എടുത്തിട്ടുള്ള അതൊന്ന് ആക്കിയിട്ട് സൈഡിൽ വെച്ച് ಬಿಟ್ರೆ ಇನ್ನು ಅದಕ್ಕುಳ್ಳು ಫೈನಲಾಯ್ತು ಅವ್ರು ತಡ್ಕ ಐತಿಕ್ರು ಆ ತಡ್ಕತ್ಲೆ ಐತಿಕ್ರು ಅದ್ರ ಫ್ಲೇವರ್ ಬಂಡು അപ്പോൾ അതൊന്ന് പിന്നെ ആക്കിയിട്ട് കൊടുക്കറ. അപ്പോൾ ಇನ್ನುಂಡಲೆ ഞങ്ങൾ നാസ്റ്റാക്കുന്ന ടൈമിക്ക് ആ ടൈമിലൊന്ന് തടുക്ക കൊടുക്കാണ്ട് ಇನ್ನೂടെ ನಾನು ഒരു സ്നാക്ക് ആക്കുമ്പോഴായിട്ട് റെഡിയാക്കിര. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടല്ലോ ನಾನು ಸುಮಾರು ಟೈಮ್ ഒരു എന്തെങ്കിലും വ്ളോഗെಲ್ಲ ಸ್ಟಾರ್ಟ್ ಆಕ್ರೋ ಅವ್ರು കുറേ ಟೈಮ್ ಒಂದೋರು ಈ ರೆಸಿಪಿ ಅವ್ರಿಗೆ ಹಾಕಿ ತಿಂದೆ. ಅದು ಎಪ್ಪಚ್ಚಂದೆ ನಾನು ಓವನ್ ಯೂಸ್ ಆಗಿ ಸ್ಟಾರ್ಟ್ ಆಕಿಯಪ್ಪ ಐತಿಕ್ರು. ಬಟ್ ಓವನ್ ಅವ್ರನಾಲ್ ಕರೆಂಟ್ ಇಲ್ಲದ ಟೈಮ್ಲು ಎಂದ್ರೆ ಹಾಕ್ರೋಂಡಿಡ್ಸಿ ಅಪ್ಪ ಐತಿಕ್ರು ಈ ರೆಸಿಪಿಗೆ ನಿಮಗೆ ಅವ್ರಿಗೆ ಟ್ರೈ ആക്കി തിന്നെ. ബട്ട് ഈ റെസിപ്പി ഇപ്പം മാത്രം അന്തും നല്ല വൈറൽ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഐഡിയ വന്നിട്ട് അപ്പം അവർക്ക് ആക്കി തിന്നെ. അപ്പോൾ ഇണ്ട് ನೆನಪೈತಿ ഇപ്പോൾ ഇങ്ങനെ ವೈರಲ್ ಆಯ್ತುಂಡಲ್ಲೇ ಈ ರೆಸಿಪಿನ ಅವ್ರಿಗೆ ಟ್ರೈ ಆಕಿತ್ತು ನೋಡ್ಕೊಂಡು നല്ല ಟೇಸ್ಟಿ ಇತ್ತು ಬಂದು. അപ്പോൾ നിങ്ങൾക്ക് ಗೊತ್ತಿಕ್ಕು ಇದು ಏದು ರೆಸಿಪಿ ഉണ്ട്. അപ്പോൾ ഇത് ನಾನು പിട്ടുക്ക് 1.5 കപ്പുണ്ട് ചെല്ല കപ്പ് മെഷർമെൻറ്റിൽ 1.5 കപ്പ് മെഷറിൽ പിട്ടെടുത്തിട്ട് ನಾನು മൈദ ಅದಕ್ಕೆ ನಾನು ഒരു ചെറിയ ടീസ്പൂൺ ഉണ്ടല്ലേ, സ്പൂണല്ല ടീസ്പൂണിൻ്റെ അത്ര എന്തോ ഈസ്റ്റ് ആഡ് ആക്കി കൊടുത്തರೆ. അതേപോലെ അതിലുമേ സെയിം ഷുഗറും അതിൽ തെല്ല് ഉപ്പും ആഡ് ആക്കിയിട്ട് നല്ലൊന്ന് പിಟ್ರು ಕೊಲ್ಕಿ ತರ್ತಾರೆ. ತಣ್ಣಿ ತೆಲ್ಲ ಲೈಟಲ್ಲಿ ಬೀತಿತ್ತು. അപ്പോൾ ತಣ್ಣಿ ನಾನಿಂಡು പെപ്പ് തന്നെ ബീത്തിര ഇല്ല നിങ്ങൾക്ക് പാൽ ಬೇನೆ പാൽ ബീത്ത അല്ലെണ്ടെങ്കിൽ പാൽ പൊടിയും ഇട്ടിട്ടും അതൊരു നല്ലൊന്ന് കൊലിച്ചിട്ടെടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് കൊലിച്ചിട്ട് സൈഡിൽ വെച്ച് ಬಿಟ್ರೆ ഇപ്പോൾ ഞാനിവിടെ ಇದಕ್ಕೆ ഒരു ಮಸಾಲೆ ഒന്ന് റെഡിയാക്കി ഉണ്ടല്ല. അപ്പോൾ ಅದಕ್ಕೆ ನಂಗೆ ഒരു 1 hour ಹೆಂಗೂ ರೆಸ್ಟ್ ಬೇನು പിಟ್ಟದಲ್ಲಿ ರೈಸ್ ಆಯ್ತು ಬರೋಗು 1.5 hour 2 hours ಬೇನೆಗೂ ರೆಸ್ಟ್ കൊടുക്കാം. ಇನ್ನೂടെ ಮಸಾಲೆ ഒന്ന് ಹಾಕೋಗು ಇನ್ನು ವೆಜಿಟೇಬಲ್ಸ್ ಇರ್ತಾರೆ ನಾನು. അപ്പോൾ ಎಣ್ಣೆ ಒಂದು ಬೀತಿಯಲ್ಲಿ പിന്നുണ്ടല്ലേ ನೀರುಳ್ಳಿയും ಕ್ಯಾಪ್ಸಿಕಮು ಕ್ಯಾರೆಟು ಒಟ್ಟಿಗೆ ಇಟ್ಟು ಕೊಡ್ತಾರೆ. ಅದರೊಟ್ಟಿಗೆ ಇಂಜಿ ಬೆಳ್ಳುಳ್ಳಿ ಪೇಸ್ಟು ಮೆಂದುಂಡು ಅದರೊಮ್ಮೆ ಇಟ್ಟು ಕೊಡ್ತಿತ್ತು ನಲ್ಲೊಂದು ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕ ಲೈಟಲ್ಲೊಂದು ಫ್ರೈ ಹಾಕಿ ತೆಡ್ಕ ചൊമ്മ ഫ്രൈ ಬೇನುಂಟು ಮಿಲ್ಲ ಇದಕ್ಕೆ. അപ്പോൾ ഇതൊന്ന് ലൈറ്റ് ഒന്ന് ഫ്രൈ ആക്കി തെടുക്കുക. ഇനി നിങ്ങളെ മേൽ ഡിപ്പെൻഡ് നിങ്ങൾക്ക് ಯಾರ എക്സ്ട്രാമേ ഫ്രൈ ആവണു വെജിറ്റೇಬಲ್ಸ್ ഉണ്ടല്ലോ എന്തെങ്കിൽ അങ്ങനെ ഫ്രೈ ആക്കി തെടുക്കുക ಯಾರಮೇ. ಇನ್ನು ನಾನು ഇവിടെ ಲೈಟ್ ಆಯಿತು ಶಾಲು ಫ್ರೈ ಆಕಿ ಉಂಟುಲ್ಲ. ಇದಕ್ಕೆ ನೆಕ್ಸ್ಟ್ ನಂಗೆ ഇവിടെ ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕೋಗಲ್ಲೋ ನಂಗೆ ಕಾರ್ನ್ ಬೇರೆ ಕಾರ್ನು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ಕ. അപ്പോൾ ನನ್ನ അടുത്തിൽ എക്സ്ട്രാ കോൺസ് ഉണ്ട് അങ്ങനെ കോൺസും ആഡ് ആക്കിയിട്ട് കൊടുത്തേ. അപ്പോൾ നെക്സ്റ്റ് ಇದಕ್ಕೆ ನಂಗೆ ಕೊರಿಯ ഒരു ಸ್ಪೈಸಸ್ ಎಲ್ಲ ಆ್ಯಡ್ ಹಾಕಿದ್ದು കൊടുക്കുക. സ്പൈസസിൽ നാനിട്ടുണ്ടല്ലേ റെഡ് ചില്ലി ഫ്ലേക്സും ഒറിഗാനോ അതേപോലെ ഉപ്പു ഇതെല്ലാം ആഡ് ആക്കിയിട്ട് കൊടുത്തേ. ಇನ್ನು ಪೆಪ್ಪറും ಸ್ಪೈಸಿಗೆ ಬೇನಾಯ್ತು ಪೆಪ್ಪറും ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತಾರೆ. ಇದೆಲ್ಲ ಇಟ್ಟಿತ್ತು ನಲ್ಲೊಂದು ಮಿಕ್ಸ್ ಕೊಡ್ತಲ್ಲಿ പിന്നെ ನಂಗೆ ಫೈನಲ್ ಆಯ್ತು ನಂಗೆ ಬೇಪಾಟಿತ್ತು ಬೆಚ್ಚು ಚಿಕನ್ ಉಂಡಲ್ಲೇ ಅದು ಆ್ಯಡ್ ಹಾಕಿದ್ದು ಕೊಡ್ತೇಂಗಾಯ್ತು. ಅದು ಆ್ಯಡ್ ಹಾಕಿತ್ತು ತೆಲ್ಲು ಮಿಕ್ಸ್ ಒಂದು ಹಾಕಿಲ್ പിന്നെ ನೆಕ್ಸ್ಟ್ ಫೈನಲ್ ಆಯ್ತುಲ್ಲ ಸ್ಟೆಪ್ ಆಯ್ತಿಕ್ರೆ ನಂಗೆ ಇದಕ್ಕೆ ವೈಟ್ ಸಾಸ್ ಹಾಕ್ರದು. അപ്പോൾ ವೈಟ್ ಸಾಸ್ ಇದೇ ಸೇಮ್ ಪ್ಯಾನ್ಲೆಮ್ಮೆ ನಂಗೆ ಹಾಕಿತ್ತು ಇಟ್ಕೋಗೋರು. ಇದರട്ടി ನಾವು ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು ಇಟ್ಟರೆ ಬೇನೆ ಪುದೀನ ಮ್ಯಾಡ್ ಹಾಕಿದ್ದು കൊടുക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഇതൊന്ന് നല്ല മിക്സ് ആയാൽ പിന്നെ ഇതേ സെയിം പാനിക്ക് തെൽ വൈറ്റ് സോസ് ഒന്ന് ആക്കിയിട്ട് എടുക്കുകയോರು. അപ്പോൾ ഞാനിവിടെ ഇത് കൊണ്ടല്ലേ മിഡിലിനോടത്തിൽ ഇങ്ങനെ സ്പേസ് പൊടിപ്പാട്ടിട്ട് കൊടുക്കറ ನಾನು. ഈ സ്പേസ് ഒന്ന് ഇങ്ങനെ ಬಿಟ್ಟು കൊടുത്താൽ പിന്നെ ഇതിക്ക് ഇങ്ങനെ ബട്ടറും മൈദ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താ മസാല വൈറ്റ് മസാല നല്ല വൈറലായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് റെസിപ്പിയിൽ ഇതേ ഇക്കറു മസാല എത്തിക്കറ് വൈറ്റ് മസാല ചെല്ലത് അല്ലെങ്കിൽ ഷോർമ മസാല ഇക്കറ്. അപ്പോൾ ഇത് രണ്ടിൽ ഇപ്പോൾ എന്താ ചൊല്ലറോ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുക ഈ ജന മസാലത്തിൽ. അപ്പോൾ ഞാനിവിടെ ബട്ടർ ഒന്ന് മെൽട്ടാക്കിയാൽ പിന്നെ പാലും ബീത്തിയിട്ട് കൊടുത്തേ. അപ്പോൾ ഇതിലൊന്ന് നല്ല ഒന്ന് മിക്സ് ആക്കി തരുത്തെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു മസാല റെഡി ആയിട്ട് വേണ്ട. ഇന്ന് ഇതിലൊന്ന് റെഡി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സൈഡിൽ വെച്ച് പുട്ടെങ്കായിട്ട്. അപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റ് ആയി ചപ്പയിൽ പിന്നെ എത്തിക്കിട്ട് നമുക്ക് ഫില്ലിങ്സ് ഒന്ന് നുറുക്കി വെക്കും. അപ്പോൾ ഇവിടെ ടൈം ഓൾറെഡി ആയോ മന്തിന്ന് നോമ്പ് തുറക്കുന്നത്. ഇന്ന് ഞങ്ങൾ സമോസ ഒന്നും ಬೇನೆಯല്ലേ. അപ്പോൾ സമോസ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടോ. അപ്പോൾ ഇവിടെ ഫില്ലിങ്സിಗೆ ഓൾറെഡി ನಾನು ನೋಡ್ಕೊಂಡಿಲ್ಲ ಆ್ಯಕ್ಚುಲಿ ಇಂಡತ್ತ ನಾಳೆ ಹೆಂಗೆ ನಿಂತಿದ್ದೇನೆ ಫುಲ್ ಹೆಕ್ಟಿಕ್ ಇಂತ ಅದರಲ್ಲಿ ಫೋನು ಚಾರ್ಜ್ ಮಯ ಉಂಟಿಲ್ಲ ಅಂತ ಚೆಂದ ನಾನು ಅಪ್ಪಪ್ಪ ಫೋನ್ ಯೂಸ್ ಆಕಿ ಉಂಟಿಂದಲೆ അങ്ങനെ ചാർജും സ്വിച്ച് ഓഫ് ആയിട്ട് ಇಂತ ಫೋನ್ 1% ചാർജിലായിത്തിക്കറ് ഈ ഒരു വീഡിയോ എടുത്തത് ನಾನು. അപ്പോൾ ഫോൾഡിങ് నాకు ചുമ്മാ കാട്ടോ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ಒಂದೈತಿಕ್ಕು ಐಡಿಯಾ ಇದರ ಮಿಡಲೊಂದು ಬೆಚ್ಚಿದ್ದು ಹಿಂಗೆ ಒಂದು ಜಸ್ಟ್ ಕವರ್ ಹಾಕಿ ತೆಡ್ತೇಂಗಾಯ್ತು. അപ്പോൾ ರೌಂಡ್ ಬಾಲ್ ಪಲ್ಯ ಒಂದು ರೆಡಿ ആക്കി ತೆಡ್ತೇಂಗಾಯ್ತು നിങ്ങൾക്ക്. ഇന്ന് ഇത് ഡയറക്റ്റ് ഫ്രൈ ആക്കರೆങ്കിൽ ഡയറക്റ്റും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആക്ച്വലി എങ്ങനെ ആക്കറിച്ചെങ്കിൽ മുട്ടയൊക്കെ കോട്ടാക്കിയിട്ട് ആക്കറത്. ಬಟ್ ಎಣ್ಣೆ ಬೆಡ್ಕವರು അങ്ങനെയുള്ള ಪ್ರಾಬ್ಲಮ್ ಇಕ್ಕರು. ಚೊಮ್ಮೆ ಮುಟ್ಟೆ ಬ್ರೆಡ್ ಕ್ರಮ್ಸ್ ಎಲ್ಲ ಮುಕ್ಕಿ ತಂಬು ಎಣ್ಣೆ ಬೆಡ್ಕವ್ರಲ್ಲಿ.
അപ്പോൾ അത് ಬ್ಯಾಂಡ್ ಅಂಟೆಂಗೆ ನಿಂಗೆ ഇങ്ങനെ ಡೈರೆಕ್ಟ್ ಫ್ರೈ ಆಕಿತ್ತು ಮೆಡ್ಕ ഇങ്ങനെ ತಿನ್ನೋದು നല്ല ಟೇಸ್ಟ್ ಅವರು ಇನ್ನು ಯಾರ ಟೇಸ್ಟ್ ಬೇನುಂಟಾയി ഇങ്ങനെ മുട്ടಗೊಂದು ಮುಕ್ಕಿತ್ತು പിന്നെ ಬ್ರೆಡ್ ಕ್ರಮ್ಸ್ ಮುಕ್ಕಿಂಗ್ ಇನ್ನೂ ಡಬಲ್ ಟೇಸ್ಟ್ ಆಯ್ತು ಬಂದು നല്ല ഫ്ലേവർഫുൾ ആയിട്ട് ಬಂದು ഇതേ സെയിം ഐറ്റം നിങ്ങൾ ഫുഡ് ഫെസ്റ്റിവെല്ലാം പോയെങ്കിൽ അവിടെ എല്ലാം കിട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മിഠായി ഇപ്പുറത് അപ്പോൾ ഇതിലേ ഇങ്ങനെ ആക്കരുത് എത്തിക്കറ് ಇದಕ್ಕೆ ಸುಮಾರು ನಮ್ಮത്തെ പേരുണ്ട് ಚಲೋ പോണ്ടുണ്ടായെങ്കിൽ അപ്പോൾ നിങ്ങൾ ഔട്ട്ലെ ಟ್ರೈ ಆಕಿತ್ತು ನೋಕೋರು ನಿಂಗೆ ಪರ್ತು പോയിട്ട് ತಿನ್ನೋನುಂಟಿಲ್ಲ ചുമ്മാ ಈಸಿ ಉಂಡು ಹಾಕೋಬು പിന്നെ നോക്കിയാറല്ലേ നല്ല ബ്രെഡ് ക്രംസ്ಗೆಲ್ಲ ಮುಕ್ಕಿದ್ದು ಫ್ರೈ ಆಕಿತ್ತಾകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് ಬಂದು പ്ലെയിൻ ആക്കിയിട്ട് ഫ്രൈ ആക്കാണ്ട് ഇങ്ങനെ ടേസ്റ്റ് ആയിട്ട് ಬಂದು ഇനി നിങ്ങൾക്ക് ഓയിൽ ഫ്രീ ആവുന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടും ആക്കാം ബട്ട് ಅದಕ್ಕೆ നിങ്ങൾക്ക് ബണ്ണർ എഫക്റ്റ് ಬಂದು ഇതിൽ ബൺ എഫക്റ്റ് ಬಂದಿಲ್ಲ ಟೇಸ್ಟ್ ತೆಲ್ ಡಿಫ್ರೆನ್ಸ್ ಬಂದು അപ്പോൾ ಜನರലും ടേസ്റ്റ് ತೆಲ್ ഡിഫ್ರೆನ್ಸ್ ಸಿಕ್ಕರು അപ്പോൾ ഇവിടെ നോമ്പ് മിക്കറോ ടൈമും ആയിത്തിಂತ അപ്പോൾ ഞങ്ങളെಲ್ಲ ಸ್ನ್ಯಾಕುം ಜ್ಯೂസും ಎಲ್ಲ ಬೇನೆ ಇದೆಲ್ಲ ರೆಡಿ ಆಯ್ತಿಂತ ಇನ್ನಂತೂ ನೋമ്പ് തുറക്കൊക്കെ ബാക്കി അപ്പോൾ ഞങ്ങൾ ക്രോഷേറ്റ് എങ്ങനെ ഇരിച്ചെന്നുണ്ടെങ്കിൽ ചിക്കൻ ക്രോഷേറ്റും ചെല്ല ಇದಕ್ಕೆ ನಚ್ಚಂದ പോലെ ಸುಮಾರು പേരിൽ ഉണ്ട് ಬಟ್ ಆಕಿ ಐಟಮ್ ಇದೇ ಐತಿಕ್ರು ಇನ್ನು ಚೀസും ಎಲ್ಲ ಬೇನೆಂಗಿಡ ಬ್ಯಾಂಡಿಂಗ್ ಬುಡ್ಡ അപ്പോൾ ಬೆಚ್ಚത്തിൽ നല്ല ಇನ್ನೂ ಚೀಸಿ ಇದು ಎಡ್ಕೋಗವರು ನಾ ತೆಲ್ಲ ಟೈಮ್ ಆಯ್ತು പിന്നെ കട്ടാക്കിയ സബ് അത്ര ചീസ് കാണില്ല നിങ്ങൾക്ക് ഐറ്റംക്കും ചീസ് ഇട്ടെങ്കിൽ ಬೆಚ್ಚ ತಿನ್ನುമ്പോൾ ಮಾತ್ರ അതിൽ ചീസ് ഇക്കರು തെല്ലേരാകുമ്പോഴത്തേക്ക് അത് തെല്ല് ഡ്രൈ ആയി ഉണ്ട് പണ്ട് ಇನ್ನೂടെ ഞങ്ങൾ പുഡിങ് എന്നിട്ട് സെറ്റാക്കിയത് അതും റെഡി ആയി തിಂತೆ അപ്പോൾ ഫൈനലായിട്ട് ഞങ്ങൾ തടുക്ക ഒന്ന് ബാക്കി ഇന്തല്ലേ അപ്പോൾ ആ തടുക്കത്തിന് വേണമായിട്ട് ഒരു സ്പൂൺ അത്ര ഗീ ആഡ് ആക്കിര അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിലും ആഡ് ആക്കിയിട്ട് കൊടുക്കുക ഇപ്പോൾ ലാസ്റ്റിക്ക് ജീരം തെല്ല് റെഡ് ചില്ലി പൗഡർ ഇട്ടിട്ട് നല്ലൊരു തടുക്ക റെഡി ആവും ഇത്രയും എത്തിക്കറ് തടുക്ക ബട്ട് നല്ല ഫ്ലേവർഫുൾ എത്തിക്കറ് ഈ മുളക് പൊടി ഒന്ന് ഇട്ടാൽ പിന്നെ നല്ല സ്മോക്കി ഇഫക്റ്റ് കിട്ടും ಇದಕ್ಕೆ ഇനി ഞങ്ങൾ റെഡിയാക്കി വെച്ച ദാലും ബീഫും അല്ലെങ്കിൽ മട്ടൺ എന്തുണ്ട് അതേപോലെ കടലബേല എന്തുണ്ട് എല്ലാം ഒന്ന് മിക്സ്ചർ ಇದಕ್ಕೆ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് മേൽ കൊടുത്തതിൽ കസൂരി മേത്തിയും അതേപോലെ കൊത്തമ്പരി ചൊപ്പിട്ട് ഗാർണിഷ് ആക്കിയെങ്കിൽ നിങ്ങൾ ദാൽ ഗോഷ് ഒന്ന് റെഡി ആയിട്ട് ಬಂದು അപ്പോൾ ഈ ഗ്രേവി റെഡിಗೆ ഉണ്ടല്ലോ നിങ്ങൾക്ക് ಏನಾಷ್ಟം നല്ല കോമ്പിനേഷൻ ആയിട്ട് ಬಂದು ചപ്പാത്തി പത്തിരി പൂത്താല ಹೊಲೆಮ್ നല്ല ಟೇಸ್ಟ್ ಆಯ್ತು ಬಂದಿದ್ದು ಎಲ್ಲತ್ತಿನ ನಾಷ್ಟಕ್ಕೆ ಇದು നല്ല കോമ്പിനേഷൻ ആയിട്ട് ಬಂದು ನಾನು ಆಕರೆಂಗೆ ಎಲ್ಲತ್ತೂ ಚೆಂದ ಪಲ್ಯ ಈವನ್ ಗೀ ರೈಸ್ ರೊಟ್ಟಿಗೆ ಇದು നല്ല ಬೆಸ್ಟ್ കോമ്പിനേഷൻ ആയിട്ട് ಬಂದು അപ്പോൾ ഞാൻ ഇതിൻ്റെ കാട്ടിയ രണ്ട് റെസിപ്പി മിസ്സാക്കണ്ട് ട്രൈ ആക്കോರು ഈ ഒരു ഗ്രേവി അതേപോലെ ചിക്കൻ്റെ ക്രോഷേറ്റ് ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കോರು നല്ല ടേസ്റ്റി ആയിട്ട് ಬಂದು അപ്പോൾ ഫൈനലായിട്ട് ഇത് ഉടേക്ക് തിന്ത് ഇന്ന് നോമ്പെല്ലാം തുറന്നിട്ട് നാസ്റ്റെല്ലാം ആയിട്ട് ലാസ്റ്റ് ഒരു എൻഡിങ് ഒന്ന് കസായത്തിൽ തീർത്തര അപ്പോൾ ഇതായിട്ട് ഇക്രീൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് ഞാൻ നിങ്ങളുടെ ഷെയർ ആക്കിയോ അതിരട്ടിಗೆ റെസിപ്പിയും ഷെയർ ആക്കിര നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ വ്ളോഗ് ലൈക്ക് ആയിരുന്നിരിക്കില്ല വീഡിയോ റെസിപ്പീസ് എല്ലാം ലൈക്ക് ആയിരുന്നെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ആക്കി കൊടുക്കോರು until we meet next time take care bye bye assalamu alaikum allah hafiz